നമസ്കാരം. ആരോഗ്യ സംരക്ഷണത്തിനുള്ള പല മാർഗങ്ങൾ അന്വേഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ നമ്മുടെ മാറി മറിയുന്ന ഒരു ജീവിത ശൈലി കാരണം തന്നെ നമുക്ക് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങളും സൗന്ദര്യ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പ്രായം ഏറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ദേഹം വേദന, സന്ധിവേദന എന്നുള്ള പ്രശ്നങ്ങൾ അമിതമാവാറുണ്ട്. അതിന് കൂടെ തന്നെ പ്രായാധിക്യം കൊണ്ട് മാത്രമാണോ നമ്മുടെ മുടി കൊഴിയുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണയായിട്ട് കെമിക്കൽ ഒന്നുമില്ലാതെ നമ്മുടെ മുടിയെ സംരക്ഷിക്കാനുള്ള പ്രകൃതിദത്ത മാർഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും അതിനെയെല്ലാം തന്നെ നിസാരമായിട്ട് കാണുന്ന ഒരു പ്രകൃതം പൊതുവേ നമ്മൾ മലയാളികൾക്കുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരിയേറെ ഔഷധ സസ്യങ്ങളെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുപോലെ നീര്, സന്ധിവേദന, അല്ലെങ്കിൽ മറ്റുള്ള ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, പനി, ജലദോഷം, തുമ്മൽ തുടങ്ങിയിട്ട് നമ്മളെ വിട്ടുമാറാത്ത ഇത്തരം പ്രശ്നങ്ങൾ, അമിതമായിട്ട് മുടി കൊഴിയുന്നു എന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഔഷധമാണ് ഉഴിഞ്ഞ എന്നുള്ളത്. വർഷം മുഴുവൻ പുഷ്പിക്കുന്ന ഒരു വള്ളി സസ്യമാണ് അല്ലെങ്കിൽ ഒരു ഔഷധമാണ് ഈ ഉഴിഞ്ഞ എന്നുള്ളത്. ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമ്മളിത് ഉപയോഗിക്കാറുമുണ്ട്. ഉഴിഞ്ഞയിൽ ഉഴിഞ്ഞാൽ പോവാത്ത രോഗമില്ല എന്നുള്ളവർ മുൻപുള്ള തലമുറയിലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ശരിയാണ്. ഒട്ടുമിക്ക രോഗങ്ങൾക്ക് നമുക്കിതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇന്ദ്രവല്ലി എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ദശപുഷ്പങ്ങളിൽ ഒന്നുകൂടെയാണ് എന്നതിന് പുറമെ ഇത് നീലിഭൃംഗാദി വെളിച്ചെണ്ണയുണ്ടല്ലോ, നമ്മുടെ മുടി നന്നായിട്ട് കറക്കാനും വളരാനും ഒക്കെ സഹായിക്കുന്ന നീലിഭൃംഗാദി വെളിച്ചെണ്ണയിൽ സ്വരസ എടുത്ത് തയ്യാറാക്കുന്ന, വെളിച്ചെണ്ണയിൽ ചേർത്ത് തയ്യാറാക്കുന്ന ഈ സ്വരസയിൽ ഒരു ഔഷധ സസ്യം ഈ ഉഴിഞ്ഞയാണ്. അപ്പോൾ ഇത് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാടേറെ നെർവ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ ഒരു പരിഹാരം ആയിട്ട്, അല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടാൻ, ബോഡിയെ, നമ്മുടെ ഒരു മൈൻഡിനെ തന്നെ കാമാക്കി വെക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത്തരം കേശ സംരക്ഷണത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. മുടി നല്ല ഷാമ്പു ചെയ്ത പോലെ തന്നെ ഇരിക്കും, നല്ല സിൽക്കി ആയിട്ടിരിക്കും എന്നതിന് പുറമെ സ്കാൽപ്പിലൊന്നും തന്നെ ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ വരാതെ സംരക്ഷിക്കാനും മുടി കരുത്തോടെ വളരാനും ഒക്കെ സഹായിക്കുന്നതുകൂടിയാണ്. ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, താളിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഓയിൽ കാച്ചിയെടുത്ത് ഉപയോഗിക്കാം. താളിയായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു ഇതൊരു വള്ളി സസ്യമാണെന്ന്. പടർന്ന് കയറുന്ന, അത് നമുക്ക് സമൂലമായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. അതായത് വേരോടുകൂടി തന്നെ എടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം കയ്യിലൊക്കെ ഇട്ടൊന്ന് ഞെരടുക, അല്ലെങ്കിൽ ഒരു കല്ലിലൊന്ന് ഉരച്ചെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൊഴുകൊഴുത്തൊരു ദ്രാവകമായിട്ട് കിട്ടും. ഇത് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നല്ലൊരു മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ്. അത് താളിയായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീരും, അല്ലെങ്കിൽ ഇത് ഇടിച്ചെടുത്തിട്ടുള്ള ആ ഒരു കൽക്കമുണ്ടല്ലോ, പേസ്റ്റ്, അത് വെളിച്ചെണ്ണയിലിട്ട് കാച്ചി തേക്കുന്നതും മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നതാണെന്ന് മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. കർണസ്ഫോഡ എന്ന് സംസ്കൃതത്തിൽ, അതുപോലെ ബലൂൺ വൈൻ എന്നുള്ളത് ഇംഗ്ലീഷിലൊക്കെ ഇതിനെ പറയുന്നുണ്ട്. വളരെ മൂത്രളമായിട്ടുള്ളതാണ്. മൂത്രം ഒഴിഞ്ഞു പോകാനായാലും, അല്ലെങ്കിൽ മലം ശോധന ശരിയായിട്ട് നടക്കാത്തവരോ, അല്ലെങ്കിൽ പൈൽസ് രോഗികളൊക്കെ ഉണ്ട്, മലം മുറുകിയിട്ടാണ് പോകുന്നത് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ സ്വരസം സേവിക്കുന്നത് നല്ലതാണ്. അതായത് ഒരു സ്പൂണ്, ഒരു ഔൺസ് വീതം 2 നേരമായിട്ടൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഇലയുടെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ചാറ് 2 നേരം ഉപയോഗിക്കുന്ന, ഇതുപോലെയുള്ള പനിയോ ചുമയോ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്കും, അതുപോലെ തന്നെ ഇത് ശരിയായിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ മലം നന്നായിട്ട് ഒഴിഞ്ഞു പോകുന്നില്ല എന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കും. ഈ മലബന്ധം, വയറുവേദന അസുഖങ്ങൾ ശമിപ്പിക്കാൻ ഉഴിഞ്ഞ സമൂലം തന്നെ കഷായം വെച്ചത് 30 മില്ലി വീതം 2 പ്രാവശ്യം എന്ന കണക്കിൽ തുടർന്ന് 2-3 ദിവസം കുടിച്ചാലും നല്ലതാണ്. അതുപോലെ വാതരോഗത്തിനും ഈ കഷായം 15 ദിവസം വരെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ചെടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതുപോലെ വൃഷ്ണവീക്കം അല്ലെങ്കിൽ ഹൈഡ്രോസീൽ ഉണ്ടല്ലോ, ഇതൊക്കെ ഉഴിഞ്ഞയുടെ ഇല അരച്ച് ഒരു പൂച്ചുണ്ടാക്കി ആ ഭാഗങ്ങളിൽ ലേപനം ചെയ്താൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ഏറെ നല്ലതാണ്. അതുപോലെ ശരീരത്തിൽ സന്ധിവേദനയുള്ളത്, അതിപ്പം ഏത് വേദനയായാലും, സന്ധിഗതവാദമോ ആമവാദമോ അങ്ങനെ ഏത് വാദ റിലേറ്റഡ് ആയിട്ടുള്ള വേദനയോ നീർക്കെട്ടോ ആണെങ്കിലും ആ ഭാഗങ്ങളിൽ ഈ ചെടി വേരോടെ സമൂലം പറിച്ചെടുത്ത് കഴുകി അരച്ച് ആ ഭാഗങ്ങളിൽ വെച്ച് കെട്ടുന്നത് നല്ലതാണ്. നല്ല നീരും വേദനയും സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിന് നമുക്ക് അല്പം ആവണക്കെണ്ണ ഒന്ന് ചെറിയൊരു ചൂടാക്കിയതിന് ശേഷം അതിൽ ഇത് ഒരു പേസ്റ്റും കൂടെ മിക്സ് ചെയ്ത്, ഈ ഇല, അതായത് സമൂലം എടുത്ത ചെടിയുടെ പേസ്റ്റും കൂടെ ചേർത്തിട്ട്
ആ വേദനയുള്ള ഭാഗങ്ങളിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു കോട്ടൺ ക്ലോത്ത് കൊണ്ടൊന്ന് കെട്ടിയിടുന്നത്. ഇങ്ങനെയൊക്കെ ഒരു 7 ദിവസം ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടും. ഈ നീരിനെയൊക്കെ വലിച്ചെടുക്കാനും വേദന ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന വളരെ നല്ലൊരു മരുന്നാണ്. ആർത്തവ തടസ്സം ദൂരീകരിക്കുന്നതിന്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ആർത്തവം വരാതെയോ അസഹ്യമായിട്ടുള്ള വേദനയുണ്ട്, ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവമാണ്, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഇല നന്നായിട്ട് വറുത്ത് അരച്ചെടുത്തിട്ട് അത് അരച്ചത് നമ്മുടെ അടിവയറ്റിലായിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിടുന്നതൊക്കെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റാൻ പറ്റുന്നൊരു പ്രതിവിധിയാണ്. വായിലൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അൾസർ വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ പല ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയണിലുള്ള കുറവ് കൊണ്ടോ ഒക്കെ തന്നെ ശരീരത്തിൽ സംഭവിക്കുന്നതൊക്കെ ആവാമെങ്കിലും നമുക്കിത് ഒഴിഞ്ഞ അല്പം വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നേരത്തെ പറഞ്ഞ പോലെ കഷായമാക്കി വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കവിൾ കൊള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള അൾസർ പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ ഏറെ ഗുണകരമാണ്. പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടും അതുപോലെ വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാര മാർഗമായിട്ട് പുരുഷനിലും സ്ത്രീയിലും വളരെ ഇഫക്റ്റീവായിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ് ഉഴിഞ്ഞയുടെ പ്രയോഗം. അതിനും തന്നെ ഇലയിട്ട് തിളപ്പിച്ച് 1 കപ്പ് വെള്ളത്തിൽ ഒരു സമൂലമുള്ള ഉഴിഞ്ഞ എടുത്തിട്ട് തിളപ്പിച്ച് ഒരു അരഭാഗമാക്കി വറ്റിച്ചെടുത്തിട്ട് അത് 2 നേരമായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഫ്ലാവനോയിഡ്, ഗ്ലൈക്കോഡ്സ് എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു വേദന സംഹാരിയാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ശരീരത്തിനുണ്ടാവുന്ന പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായാലും ഇതുപോലെയുള്ള പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നായിട്ടും ഉപയോഗിക്കാം. എക്സിമ പോലുള്ള ചർമ്മ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് പലർക്കും. അപ്പോൾ ഇത്തരം സാഹചര്യത്തിലും നമ്മൾക്ക് ഈ ഉഴിഞ്ഞയെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നറിയാം. ഉഴിഞ്ഞ തന്നെ ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീര് തയ്യാറാക്കി വെക്കുക. ആ നീരിൽ അല്പം നാടൻ മഞ്ഞൾപ്പൊടി, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് എത്രത്തോളം ഗുണകരമാണെന്നുള്ളത് അറിയില്ല, നാടൻ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ഒന്ന് ചാലിച്ച ശേഷം ആ ഒരു ചൊറിച്ചിലുള്ള ഭാഗങ്ങളിൽ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സിമയുടെ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാറുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ചുമ, ജലദോഷം, പനി, അൾസർ അല്ലെങ്കിൽ മലബന്ധം പ്രശ്നങ്ങളാണെങ്കിലോ, നിങ്ങളുടെ ചർമ്മത്തിലുണ്ടാവുന്ന ചൊറിച്ചിൽ ബുദ്ധിമുട്ടുകളാണെങ്കിലും, അതുപോലെ നിങ്ങൾക്ക് മുടിയുടെ ആരോഗ്യം വളരെയധികം മുൻപത്തേലേറെ കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് കൊളാജനൊക്കെ കുറയുന്നതിനനുസരിച്ച് മുടി പൊട്ടിപ്പോവുകയും കൊഴിഞ്ഞു പോവുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പലരും പറയുന്ന പ്രശ്നമാണ് താരൻ എന്നുള്ളത്. ഇതിനൊക്കെ അകറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഔഷധമായിട്ട് നമുക്ക് ഉഴിഞ്ഞയെ കണക്കാക്കാം. ഇനി ഇത്തരം ഔഷധ സസ്യങ്ങളെ നിങ്ങൾ തിരക്കിനിടയിൽ മറന്നുപോയി മറ്റുള്ള കെമിക്കൽസിനെ മാത്രമാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഒരു ചെറിയൊരു തിരിഞ്ഞു നോട്ടമാവാം. കാരണം ഒരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത നമ്മുടെ ചുറ്റും കാണുന്ന ഈ ഔഷധ സസ്യങ്ങളെ അങ്ങനെ തള്ളിക്കളയരുത്. കാരണം നമ്മൾ കേരളീയർക്ക് വളരെ പരിചിതമാണ്, നമുക്ക് അത്രയും അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം ഔഷധ സസ്യങ്ങൾ നമ്മുടെ ചുറ്റും തന്നെ കാണുന്നു എന്നുള്ളത്. പക്ഷേ വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അതിനെ പരിഗണിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി മുതൽ ഇനി ഉഴിഞ്ഞ കണ്ടാൽ ശ്രദ്ധിക്കുമല്ലോ. ഞാൻ ഈ ഉഴിഞ്ഞ കാണാൻ എങ്ങനെയിരിക്കും എന്നറിയാനും ഉഴിഞ്ഞയുടെ പിക്ചറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടു കഴിഞ്ഞാൽ വെറുതെ കളയരുത്, ഉഴിഞ്ഞ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉപകാരപ്രദമായെന്നൊക്കെ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.